എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 2 ബീട്രൂട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ ചോപ്പറിൽ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ചോപ്പറിലാണ് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കരുത്, അന്നേരം ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ചോപ്പറിലോ അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിലോ വെച്ചിട്ട് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഇത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞിടണം നിർബന്ധമില്ല, 2ആയിട്ട് കീറിയിട്ടാലും മതി. 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം കേട്ടോ, ചേർക്കാൻ മറന്നുപോയി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് എല്ലാം കൂടി തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ബീട്രൂട്ടിൽ തന്നെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം ചേർക്കാത്തതുകൊണ്ട് ചിലപ്പോൾ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. തുറന്ന് ഇളക്കി വെന്തോന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. ഇത് നമ്മൾ വളരെ പൊടിയായിട്ട് അരിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് ഇത് ഇളക്കി കൊടുത്തൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് തോരനൊന്ന് ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് തീ കുറച്ച് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.